കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറായ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലാണ് BCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. വൈസ് ചാൻസലറുടെ അധികാര ദുർവിനിയോഗമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. നിയമപരമായി നീങ്ങാനാണ് രജിസ്ട്രാറുടെ തീരുമാനം. ഗവർണറുടെ കൃത്യമായ പിന്തുണയോടെയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ അസാധാരണ നടപടി. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും നടപടി ഉത്തരവിൽ പറയുന്നു. സർവകലാശാല ചട്ടപ്രകാരമുള്ള വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സസ്പെൻഷൻ. നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ പറഞ്ഞു. നിയമപരമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിയമപരമായി തന്നെ 100% എൻ്റെ കാര്യത്തിൽ വിജയം ഉറപ്പാണ്. ആ കാര്യം എൻ്റെ ഭാഗമാണ് ന്യായം. നിയമപരമായി നിൽക്കാത്തതാണ് ഇത്. അതുകൊണ്ട് നിയമപരമായിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നിയമപരമായി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. VCയുടെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. കടുത്ത കാവ്യവൽക്കരണ പരിശ്രമങ്ങളുമായിട്ട് ചില ചാൻസലർമാർ ഇവിടെ വന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തു വില കൊടുത്തും രജിസ്ട്രാറെ സംരക്ഷിക്കും എന്നാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ നിലപാട്. SFI, DYFI സംഘടനകളും VC കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്ന ആരോപണം ആവർത്തിച്ചു. ഇതിനിടെ മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിനായി അവധിയിൽ പോയതിനാൽ കേരള യൂണിവേഴ്സിറ്റി VCയുടെ താൽക്കാലിക ചുമതല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സിസ തോമസിന് നൽകി. ഈ മാസം 8-ാം തീയതി വരെയാണ് അധിക ചുമതല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.